ഇവിടെ ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നങ്ങോട്ട് ചർച്ച ചെയ്യാം. അതിനകത്ത് എനിക്ക് വിരോധമില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഈ പറയുന്ന അജ്മലിൻ്റെ ഉമ്മ മറിയം ഇപ്പം ചർച്ചയിൽ പങ്കെടുത്തല്ലോ. അവര് KSEB ഉദ്യോഗസ്ഥർ 4-ാം തീയതിയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അവിടെ വൈദ്യുതി ബില്ലടയ്ക്കാത്തതിൻ്റെ പേരിൽ അവിടെ വന്ന് ഡിസ്കണക്ഷന് വേണ്ടി വന്നത്. അന്ന് അവിടുന്ന് അവരെ എന്തൊക്കെയോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവർ പിറ്റേ ദിവസം പോയി പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രശ്നത്തിൽ അവരൊരു കക്ഷിയല്ല, അവരെ മക്കൾ മാത്രമാണ് കക്ഷി എന്ന് പറയുന്ന സാധനം അവിടെ തന്നെ തീരുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഡിസ്കണക്ഷനിൽ പോയ സബ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ പരാതി കൊടുക്കുക. അല്ലാതെ ഇപ്പം വ്യക്തിപരമായി എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടായിട്ടല്ലല്ലോ. ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന ഡ്യൂട്ടി ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വെച്ച് ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ആ പരാതി ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഇവരുടെ മക്കളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നം ഉണ്ടാക്കിയ പരാതിക്ക് എങ്ങനെയാണ് മറുപടി കാണുന്നത് ഉമ്മയെ ഉന്തിയിട്ടു തള്ളിയിട്ടു തുടങ്ങിയ വേറൊരു ലെവലിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകുന്നതിന്റെ ശ്രമം നടത്തുകയാണ്. അതിനകത്ത് കക്ഷിയായി അതിന് നിന്ന് കൊടുത്ത മറിയം തന്നെയാണ് ഇപ്പൊ പറയുന്നത് എന്റെ മക്കൾ എന്തോ ചെയ്തതിന് എന്റെ വീട് കട്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്നത്. ഇത് ആർക്കും മനസ്സിലാവാതെ പോകുന്നുണ്ട് എന്ന് ധരിക്കണം. ഈ പ്രശ്നത്തിൽ അവർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. പക്ഷേ KSEB എന്തിനാണ് അവരുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തത്? എന്തിനാണ്? ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞു വരുന്നത്. അതായത് ഈ വിഷയത്തിനകത്ത് അവർ ഉന്നയിക്കുന്ന പ്രശ്നം നോക്കൂ, എന്റെ മക്കൾ എന്തോ പ്രശ്നം ഉണ്ടാക്കി, അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നില്ല. അത് അങ്ങനെ ഒരു പ്രശ്നം ഇനി തുടർന്ന് ഉണ്ടാവാതിരിക്കുന്നതിന് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് തങ്ങൾ എന്തെങ്കിലും ചുമതല വഹിക്കാം എന്ന് അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് അങ്ങനെ പ്രശ്നമൊന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല എന്നും കൂടി പറയാണ്. വെറുതെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അത് അവരങ്ങനെ പറയട്ടെ, കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നും കൂടി അവർ പറയുന്നു. അത് വസ്തുതാപരമായി അതൊന്നും തന്നെ വസ്തുതയല്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കേവലമായി സംഭവിച്ചതല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്ന് തുടങ്ങിയ ആദ്യത്തെ ഒരു സംഭവമല്ല. ഇത് കേവലമായി സംഭവിച്ചതല്ല. അത് പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരാമോ? അതായത് KSEB എന്തിനാണ് റസാഖിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ റസാഖിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി മാത്രമല്ല, വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി പലരുടെയും വീടുകളിൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാറുണ്ട്. ഇത് ഈ റസാഖിന്റെ വീട്ടിൽ തന്നെ അജ്മലുമായി ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമല്ല. നാലാം തീയതി കട്ട് ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്ത കേരളത്തിലെ പലരുടെ ഫ്യൂസ് ഊരുന്നതിന് കൂടി അതിനോട് ചേർന്ന് KSEB 4-ാം തീയതി അവരുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നു, ഞാൻ സമ്മതിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് KSEB റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ഡിസ്കണക്ട് ചെയ്തത് എന്തിനാണ് എന്ന് അങ്ങേക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? അതായത് ഒരു സംഭവത്തെ നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ചർച്ച ചെയ്യുന്നതിന് അതൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് കേവലമായി ഒറ്റതിരിഞ്ഞ് ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരടക്കമുള്ള ആളുകളുടെ വൈകാരികവും അവരുടെ പ്രതിഷേധവും ഒക്കെ കൂടി ചേർന്നാണ് ഈ പ്രശ്നം ഈ രൂപത്തിൽ സങ്കീർണമാകുന്നത്. അങ്ങ് ഒരു നിമിഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വികാരമൊന്നും അല്ല ഇതിനകത്ത് അജ്മൽ അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസോ BJPയോ CPMോ CITയോ അവിടെ നിൽക്കട്ടെ. ഇന്നലെ വൈകുന്നേരം ഇന്നലെ 6-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് റസാഖിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബന്ധം KSEB വിച്ഛേദിച്ചത് KSEB ഉദ്യോഗസ്ഥരുടെ വികാരം അനുസരിച്ചാണോ, നാട്ടിലെ നിയമപ്രകാരവും നിങ്ങളുടെ സപ്ലൈ കോഡും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിയമവും ചട്ടവും അനുസരിച്ചാണോ എന്ന് അങ്ങ് പറഞ്ഞു തന്നാൽ മതി ശ്രീ MG സുരേഷ് കുമാർ. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMD ആയിട്ടുള്ള
ബിജു പ്രഭാകർ IAS-ന്റെ നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് അത്തരം ഒരു ഉത്തരവിടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ പ്രശ്നത്തെ വിശകലനം ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവിന്റെ നിയമസാധുത എന്ന് പറയുന്നത് ഈ പറയുന്ന നേരത്തെ ഇവിടെ മറിയം പറഞ്ഞല്ലോ, ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടോ, ഇവരുടെ പേര് പ്രശ്നമുണ്ടോ എന്നതൊക്കെ നിയമം പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ നിയമസാധുതയും നിയമം പരിശോധിക്കുക തന്നെ ചെയ്യണം. നിയമപരമായി ഇത് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന കാര്യം ഒരു സാധാരണ പൗരന് പ്രവർത്തിക്കാൻ കഴിയുന്ന അതേ രീതിയിലാണോ ഇലക്ട്രിസിറ്റി ബോർഡിനും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ചെയർമാനും അതിന്റെ ഡയറക്ടർക്കും ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിക്കും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. നിങ്ങൾ ഏതു ചട്ടപ്രകാരമാണ് ഇലക്ട്രിസിറ്റി കുടിശ്ശികയില്ലാത്ത, അതായത് 4-ാം തീയതി ഡിസ്കണക്ഷൻ കഴിഞ്ഞു, 5-ാം തീയതി ബില്ലടയ്ക്കുന്നു, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡ്യൂ ഇല്ലാത്ത ഒരു കൺസ്യൂമറുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിക്കാൻ KSEBക്ക് മുന്നിലുള്ള നിയമപരിരക്ഷ എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി വൈദ്യുതി ബന്ധമുള്ള ഏത് സ്ഥലവും കൃത്യമായി പരിശോധിക്കാനും പരിശോധിച്ച് അവിടെ ഏതൊക്കെ തരത്തിലുള്ള സേഫ്റ്റി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നിരന്തരമായി പരിശോധിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമേ വൈദ്യുതി കൊടുക്കാൻ കഴിയൂ. മർദ്ദനത്തിന് വിധേയമാകുന്ന ഒരു സ്ഥലത്ത് അത്തരത്തിൽ വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും ആ പെർമിസസിന് തന്നെയും സേഫ്റ്റി ഇല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി കൊടുക്കാതിരിക്കുക എന്നത് കൂടി ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം കേരളം മുഴുവനും കേൾക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ചെന്നു കയറാൻ സുരക്ഷയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ അവിടെ പോയത്? അല്ല, ഇനി ഇതാ നോക്കൂ, മറിയത്തിന്റെ വീട്ടിൽ ചെന്നു കയറുമ്പോൾ തല്ല് കിട്ടും എന്നുള്ളതാണല്ലോ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്തിനാണ് അവിടെ പോയത്? തല്ല് മേടിക്കാനോ? ഞങ്ങൾ ഇന്നലെ അവരെ വീട്ടിലല്ലല്ലോ കട്ട് ചെയ്ത്, റോഡിലുള്ള എന്താ പറയാ ലൈനിൽ നിന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്നാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. സുരേഷ് കുമാർ, ഡ്യൂ ഇല്ലാത്ത ഒരിടത്ത് അല്ലെങ്കിൽ അവർ പരാതി പറയണം, ഞങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഉത്തരവാദിത്തമാണ്. ഒരു ഉത്തരവാദിത്വവും അവിടെ ഇല്ല. അവർ പറയണം ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി സംബന്ധമായ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഷോക്ക് ഏൽക്കുന്നുണ്ട്, ഇവിടുത്തെ കണക്ഷൻ ശരിയല്ല എന്ന് പറയണം. അങ്ങനെയുള്ള പരാതികളില്ല. ഡ്യൂ ഇല്ലാത്ത ഒരു വീട്ടിലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തു നിയമമാണുള്ളത്? അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മീറ്റർ ഉള്ള ഇടം വരെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്വത്താണ്. മീറ്ററിന് ശേഷം വൈദ്യുതി വരുന്ന പ്രദേശത്ത് അതിൻ്റെയും ഇൻസ്റ്റലേഷൻ അടക്കമുള്ള സാധനങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ ഡ്യൂട്ടിയാണ്. അത്തരത്തിലൊരു ഡ്യൂട്ടി നിർവഹിക്കാൻ കണ്ട്യൂസീവ് അല്ലാത്ത ഒരു പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം നിലനിർത്താനുള്ള എന്ത് ബുദ്ധിമുട്ടാണ് അവിടെയുള്ളത്? നിങ്ങൾ 5-ാം തീയതി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചല്ലോ. 5-ാം തീയതി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചല്ലോ. ഒരു മിനിറ്റ്, അവിടെയും പ്രശ്നമുണ്ട് ശ്രീ സുരേഷ് കുമാർ. 4-ാം തീയതിയാണ് അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു എന്ന് നിങ്ങൾ പറയുന്നത് അല്ലെ? 4-ാം തീയതിയാണ് അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു എന്ന് നിങ്ങൾ പറയുന്നത്. 5-ാം തീയതി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു? നാലാം തീയതി അവിടെ ഡിസ്കണക്ട് ചെയ്തു. അവര് 4-ാം തീയതി രാത്രി ബില്ലടയ്ക്കുന്നു. അതിനിടയ്ക്ക് അവിടെ വാക്കുതർക്കമുണ്ടാകുന്നു, ഉദ്യോഗസ്ഥന്മാർക്ക് മർദ്ദനമേൽക്കുന്നു. സ്വാഭാവികമായും പോലീസില് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന്റെ ഭാഗമായി ഇവർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് ജീവനക്കാരെ ആക്രമിക്കുന്നു. അല്ലാതെ 4-ാം തീയതി അവരെ വീട്ടിൽ നിന്നുണ്ടായ സംഭവം അല്ലല്ലോ. ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നു, ഓഫീസ് കയ്യേറുന്നു. 5-ാം തീയതി എങ്ങനെ നിങ്ങൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു? 5-ാം തീയതി അവര് 5-ാം തീയതി എങ്ങനെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വെച്ചാൽ അവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത് റോഡിൽ നിന്നാണ്. റോഡിൽ എന്താ പറയാ പോസ്റ്റിൽ നിന്നാണ് ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത്. ആ പോസ്റ്റിൽ അത് റീകണക്ഷൻ കൊടുത്തു. പക്ഷേ അങ്ങനെ റീകണക്ഷൻ കൊടുക്കുമ്പോഴും തുടർന്ന് ആ വൈദ്യുതി ബന്ധമുള്ള പെർമിസസിൽ
പ്രവേശിക്കാനോ ആ പെർമീസസിൽ പ്രവർത്തനം കൈകാര്യം ചെയ്യാനോ കഴിയുന്ന സുരക്ഷിതമായ അന്തരീക്ഷം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് കുമാർ ഇങ്ങനെ അങ്ങ് പറയുന്ന കാര്യങ്ങൾ നാലാം തീയതി നിങ്ങൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. നാലാം തീയതി നിങ്ങൾ വൈദ്യുതി ബന്ധം ശരിയാണ്. കൺസ്യൂമർ പരാതി പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിക്കാം. അവിടെ ലൈനിന് തകരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ പലതുമുണ്ട് ശ്രീ സുരേഷ് കുമാർ. അതൊക്കെ ശരിയാണ് ശ്രീ സുരേഷ് കുമാർ, ഇതൊക്കെ ശരിയാണ്. നാലാം തീയതി വൈദ്യുതി ബന്ധം നിങ്ങൾ വിച്ഛേദിക്കുന്നു. അന്നാണ് മർദ്ദനം ഉണ്ടാകുന്നത്. ആ പ്രമാസത്തിൽ നിങ്ങൾക്ക് തിരിച്ചു കയറാൻ കഴിയില്ല എന്നും വൈദ്യുതി ബന്ധം കൊടുക്കാൻ കഴിയുന്ന സുരക്ഷ ഇല്ല എന്നും ഉറച്ച വിശ്വാസമുള്ള നിങ്ങൾക്ക് 5-ാം തീയതി ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെളിപാടുണ്ടാവുകയാണ്, അയ്യോ അവിടെ വൈദ്യുതി ബന്ധം കൊടുത്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സുരക്ഷ അവിടെ ഇല്ല എന്ന്. എന്നിട്ട് നിങ്ങൾ 5-ാം തീയതി വന്നത് വിച്ഛേദിക്കുകയാണ് അല്ലേ? അതായത് സമാധാനത്തോടു കൂടി നിങ്ങൾ ഈ സാധനത്തിനകത്ത് തിരിച്ചു ചോദിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തീരുന്നതുവരെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അതായത് ഒരു പെർമിസസിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത് ആ വീട്ടുകാരുടെ ആവശ്യമാണ്. ആ വീട്ടുകാരുടെ ആവശ്യമായിട്ടുള്ള അവര് ബില്ലടച്ചു, അവിടെ തർക്കമുണ്ട്, അവിടെ ചെന്ന ആളുകളെ മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷവും അവർ ബില്ലടച്ചു എന്നതിന്റെ ഭാഗമായി 5-ാം തീയതി ഇലക്ട്രിസിറ്റി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ അവിടെ ചെല്ലുന്നു. അവർക്ക് ആവശ്യമുള്ളതാണ് പുനഃസ്ഥാപിക്കുന്നു. അതിനുശേഷവും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവരെ മർദ്ദിക്കുകയും ഓഫീസ് ഉപകരണങ്ങൾ തല്ലി തകർക്കുകയും ചെയ്യുന്നു ആ വീട്ടിലുള്ള ആളുകൾ, ഈ പറയുന്ന അജ്മൽ അടക്കമുള്ള ആളുകൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പെർമീസസിൽ വീണ്ടും ഏതെങ്കിലും രൂപത്തിൽ പരിശോധന നടത്താൻ കണ്ട്യൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ബോർഡ് ചെയർമാൻ ആ വൈദ്യുതി ബന്ധം പുറത്തുനിന്ന് വിച്ഛേദിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത്. ഇതിനകത്ത് നിയമപരമായി ഈ കാര്യത്തിനകത്ത് നിയമപരമായ ഈ കാര്യത്തിനകത്തുള്ള ഈ പറയുന്ന സംഭവത്തിന് ശേഷം ഇവർ മർദ്ദിച്ചതിന്റെ ഭാഗമായി മാത്രമല്ല ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമോ? അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഒരു വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കണമെങ്കിൽ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമോ? സുരേഷ് കുമാർ, ഒരു വീട്ടിലെ കാലഘട്ടവും സന്മാർഗപാഠവും അവിടെ നിൽക്കട്ടെ. ഒരു വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കണമെങ്കിൽ ശ്രീ സുരേഷ് കുമാർ, വൈദ്യുതി ബന്ധം ഒരു വീട്ടിലേത് വിച്ഛേദിക്കണമെങ്കിൽ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണോ? വേണ്ട. പിന്നെ വൈദ്യുതി ബന്ധം ബില്ലടയ്ക്കാത്തതിന്റെ ഭാഗമായി വിച്ഛേദിക്കണമെങ്കിൽ മാത്രമേ നോട്ടീസ് കൊടുക്കേണ്ടതുള്ളൂ. മറ്റ് അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വിച്ഛേദിക്കുന്നതിന് 1 മിനിറ്റ് പോലും നോട്ടീസ് കൊടുക്കേണ്ടതില്ല. ഈ അസാധാരണമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ നിയമത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അപകടകരമായ സാഹചര്യത്തിൽ ഒരു വൈദ്യുതി ബന്ധം അപകടകരമായ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അവിടെ വിച്ഛേദിക്കുന്നതിന് 1 മിനിറ്റ് പോലും നോട്ടീസ് കൊടുക്കേണ്ടതില്ല.